നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വേജ് ഡിറ്റർമിനേഷൻ ആണ്. ഇതുവരെ നമ്മൾ നോക്കിയിരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിനേഷൻ ആയിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് വേജ് ഡിറ്റർമിനേഷൻ ആണ്. വേജ് നമ്മൾ യൂഷ്വലി ആർക്കാണ് കൊടുക്കാറ്? എംപ്ലോയീസിന് അല്ലെങ്കിൽ ലേബേഴ്സിന് അല്ലേ? ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷനാണ് വരുന്നത്. വേജ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ലേബർ മാർക്കറ്റും വേജ് ഡിറ്റർമിനേഷൻ അണ്ടർ ഇംപെർഫെക്റ്റീവ് കോമ്പറ്റേറ്റീവ് ലേബർ മാർക്കറ്റുമാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് അതിൽ നമുക്ക് വരുന്നത് വേജ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്, കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പല ഫീച്ചേഴ്സും പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സും വരുന്നത്. ആദ്യം നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ലേബർ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്ന് പറയുന്ന ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് മീൻസ് ഫേംസ് ആണ് ഇവിടെ ബയേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഫേംസിനും നമുക്ക് കുറച്ച് എംപ്ലോയീസിന് ആവശ്യമാവുമല്ലോ, ലേബേഴ്സിനെ. അപ്പോൾ അവരാണ് ഇവരുടെ ബയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ലേബേഴ്സാണ്. നമ്മൾ എത്ര ലേബേഴ്സിന് വിൽക്കുന്നു എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് നോ സിംഗിൾ ഫേം ഹാസ് പവർ ടു ഇൻഫ്ലുവൻസ് വേജ് റേറ്റ്. ഒരു സിംഗിൾ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു എംപ്ലോയിയുടെ വേജ് ഒരിക്കലും ഇത്ര രൂപയാണെന്ന് പറയാൻ പറ്റില്ല. അടുത്ത പോയിന്റ് പറയുന്നത് ദ ഫേം ക്യാൻ എൻഗേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് അറ്റ് എ ഗിവൺ വേജ് റേറ്റ്. അതായത് എത്രയാണോ ഫിക്സ്ഡ് ആയിട്ടുള്ള വേജ് റേറ്റ്, ആ റേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഫേംസിന് വർക്കേഴ്സിനെ വാങ്ങിക്കാനും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുമുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇവിടുത്തെ ഡിമാൻഡ് കർവിൻ്റെ പ്രത്യേകതയാണ്. ദ ഡിമാൻഡ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഇവിടെയുള്ള ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. നമ്മൾ സാധാ പഠിച്ചിട്ടുള്ള ഡിമാൻഡ് കർവ് പോലെയാണ്. ആൻഡ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡിമാൻഡ് കർവ് ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് വരുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ അഡീഷണൽ യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും അതിനോടുള്ള യൂട്ടിലിറ്റി നമ്മളുടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഡിമാൻഡ് കർവിന് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ പറയുന്ന പോലെ സാധാ ഒരു മാർക്കറ്റിലാണെങ്കിൽ അവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എന്താണ്? ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചാണല്ലോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ലേബർ മാർക്കറ്റിലും ലേബേഴ്സിൻ്റെ ഡിമാൻഡും ലേബേഴ്സിൻ്റെയും സപ്ലൈയും അനുസരിച്ചാണ് ലേബേഴ്സിൻ്റെ റേറ്റ് എത്രയാണ് എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതാണ് നെക്സ്റ്റ് ഉള്ള ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ലേബേഴ്സിൻ്റെ ഡിമാൻഡ് ആൻഡ് ലേബേഴ്സിൻ്റെ സപ്ലൈ. ഒരു പോയിന്റിൽ ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്. അതിന് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയും. ആ പോയിന്റിലാണ് ലേബേഴ്സിൻ്റെ വേജ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ സാധാ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പഠിച്ച പോലെ തന്നെ ഡിമാൻഡും സപ്ലൈയും പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അതായത് ലേബർ റേറ്റ് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു പ്രൈസ് ലൈന് അല്ലെങ്കിൽ ആ വേജിൻ്റെ ലൈന് നമ്മൾ നീട്ടി വരയ്ക്കുന്നു. അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ലേബർ മാർക്കറ്റിൻ്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അവിടെ ആവറേജ് വേജ് ഈക്വൽ ടു മാർജിനൽ വേജും ആവറേജ് വേജും എന്താണ്? അവിടെ ഈക്വൽ ആണ്. ബിക്കോസ് അവിടെ എല്ലാ ലേബേഴ്സിനും നമ്മൾ കൊടുക്കുന്നത് ഈക്വൽ റേറ്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ് വേജ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൽ വരുന്നതാണ് മൊണോപ്പൊളിസ്റ്റിക്, ഒളിഗോപ്പൊളി മാർക്കറ്റുകളൊക്കെ. അപ്പോൾ അതിൽ എങ്ങനെയാണ് വേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേ ഒരു പോയിൻ്റാണ്. ഇവിടെ എന്തല്ല, ലേബേഴ്സിൻ്റെ വേജ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. എല്ലാവരുടെയും റേറ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ അഡീഷണൽ ലേബേഴ്സിനെ നമ്മൾ വാങ്ങിക്കും തോറും ലേബേഴ്സിൻ്റെ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു സ്ലോപ്പ് വരുന്നത്. ഇതിന് നമ്മൾ നേരത്തെ കണ്ട പോലെ മാർജിനൽ വേജും അതുപോലെ തന്നെ ആവറേജ് വേജും ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ല. ഇതിനെന്താണ്? ഒരു അപ്വാർഡ് സ്ലോപ്പിംഗ് ആണുള്ളത്. അഡീഷണൽ ലേബേഴ്സിന് നമ്മൾ ആവശ്യപ്പെടും തോറും അവരുടെ റേറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർജിനൽ വേജും ആവറേജ് വേജും നമുക്കൊരു അപ്വാർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി അതിൽ നെക്സ്റ്റ് വരുന്നൊരു കർവാണ് MRPL എന്ന് പറയുന്നത്. അതിന് മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആണ് ആ ഒരു കർവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇൻവേർട്ടഡ് യു ഷേപ്പിലാണ് MRP കർവ് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ ഒരു ഡയഗ്രാം എങ്ങനെ വരക്കാം, എങ്ങനെ ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് ലേബർ മാർക്കറ്റിൽ എങ്ങനെയാണ് ലേബർ റേറ്റ് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന പോലെ സാധാ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുന്നു. എക്സ് ആക്സിസിൽ നമ്മൾ ലേബേഴ്സിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര നമ്പർ ഓഫ് ലേബേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് കൊടുക്കുന്നു. ആൻഡ് വൈ ആക്സിസിൽ നമ്മൾ വേജ് റേറ്റ്, ലേബേഴ്സിൻ്റെ വേജ് റേറ്റ് എത്രയാണ്,
ആവറേജ് വേജ് റേറ്റ്, മാർജിനൽ വേജ് റേറ്റ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ ആദ്യം അടയാളപ്പെടുത്തുക. ആദ്യം നമ്മൾ മാർജിനൽ വേജ് കർവാണ് വരക്കുന്നത്. മാർജിനൽ വേജ് കർവിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു അപ്വാർഡ് സ്ലോപ്പിംഗ് ഉള്ള രീതിയിലാണ് മാർജിനൽ വേജ് കർവ് നമുക്ക് കാണപ്പെടുന്നത്. ആൻഡ് മാർജിനൽ വേജ് കർവിന് നെക്സ്റ്റ് നമുക്ക് മാർജിനൽ വേജ് കർവിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ആവറേജ് വേജ് കർവ് അതേ ഷേപ്പിൽ തന്നെ വരക്കുന്നു. ആൻഡ് ഇത് രണ്ടും ക്ലിയർ ആയതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് വരക്കാൻ പോകുന്നതാണ് MRPL എന്ന് പറയുന്നത്, മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റി. ഇതിന് ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇൻവേർട്ടഡ് യു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു താഴേക്ക് വരുന്നൊരു യു ഷേപ്പ് രീതിയിലുള്ള ഒരു കർവാണ് MRPL എന്ന് പറയുന്നത്. ലോങ് റണ്ണിലുള്ള മാർജിനൽ റവന്യൂ പ്രൊഡക്ടിവിറ്റിയാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വരച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ സാധാ ഗ്രാഫ് വരക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെ മാർജിനൽ വേജും MRPLും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിൻ്റ്, ആ ഒരു പോയിന്റിൽ നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ വരക്കുന്നു. നമ്മൾ സാധാരണ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻസിൻ്റെ വേജ് ഡിറ്റർമിനേഷൻ ചെയ്ത പോലെ. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ സ്ട്രൈറ്റ് ലൈന് ആവറേജ് വേജ് കർവിൽ എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, Y ആക്സിസിലോട്ട് ഒരു ലൈന് വരക്കുന്നു. ആ ലൈന് Y ആക്സിസിൽ എവിടെയാണോ ചെന്നെത്തുന്നത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലേബേഴ്സിൻ്റെ വേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിലായിരിക്കും നമ്മൾ ലേബേഴ്സിനെ വാങ്ങിക്കുക. അതിന് നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങിക്കും എന്നുള്ളതാണ് താഴെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇംപെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ വേജും എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.